അപ്പോൾ ഇന്ന് GD കോൺസ്റ്റബിൾ 2022 മാത്സിൻ്റെ എല്ലാ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12/01/2023. ഷിഫ്റ്റ് 2 സെക്കൻഡ് ഷിഫ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു 5 ഡിജിറ്റ് നമ്പർ എന്താണ് 32.054 എന്ന് പറഞ്ഞ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡിജിറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ദെൻ ദ ന്യൂ നമ്പർ വിച്ച് ഈസ് ഫോംഡ് വിൽ ബി ഡിവിസിബിൾ ബൈ. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ബൈ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് 32.054 ഇത് 11 കൊണ്ട് ഡിവിസിബിളാണ്. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ? ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ എന്തല്ല, 0 ആദ്യം വരും, 2, 3, 4, 5 എന്ന് വരും. 5 അവസാനം വന്നപ്പോൾ തന്നെ എന്ത് മനസ്സിലായി? 5 അവസാനം വരുന്ന നമ്പർ 5 കൊണ്ട് മാത്രമേ ഡിവിസിബിൾ ആവത്തുള്ളൂ. അപ്പം ഓപ്ഷൻ 3 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ HCF ഇത്രയും ഫ്രാക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ്റെ HCF കാണാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ടേ? HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ചെയ്താൽ മതി. അപ്പം HCF ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഏതാ? 2, 8, 4 എന്നുള്ളതിൻ്റെ HCF എന്താ? 2 തന്നെ വരുള്ളൂ. കാരണം എന്താ? 8ലും 2 ഉണ്ട്, 4ലും 2 ഉണ്ട്. അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 തന്നെയായിരിക്കും. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കാര്യം എടുക്കാം. ഡിനോമിനേറ്റർ LCM ഓഫ് ഡിനോമിനേറ്റർ 5, 15ൻ്റെ LCM എന്ത് തന്നെയായിരിക്കും? 15 തന്നെയായിരിക്കും. ഇനി 15, 35ൻ്റെ കാര്യം നോക്കിയാൽ LCM ഓഫ് 15 ആൻഡ് 35. അപ്പം 35 × 3 ചെയ്യുമ്പോൾ എന്തായാലും 105 വരും. അതേസമയം 15 × 7 ചെയ്യുമ്പോൾ 105 വരും. അപ്പോൾ LCM എത്രയാണ്? അപ്പോൾ LCM 105 LCM ഇത് രണ്ടിൻ്റെയും. ആൻസർ എത്ര വരുന്നത്? നമുക്ക് HCF ഓഫ് ദ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് 2, LCM ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ട് 105 ആണ്. അപ്പം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കൊച്ചിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.2 കിലോയിൽ നിന്ന് 6 കിലോ ആയി 3 മാസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ 3.2 കിലോയിൽ നിന്ന് 6 കിലോ എത്താൻ എത്ര? 2.8 കിലോ കൂടി. എത്രയിൽ? 3.2 കിലോയിൽ ഇൻറ്റു 100 ചെയ്തോളാം. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ എന്താ ഈ പോയിൻ്റ് അങ്ങ് മാറ്റുക. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു, ഇവിടെ ഇൻറ്റു 10 ഇട്ട് കൊടുത്തു. അപ്പോൾ 0, 0 വെട്ടിപ്പോയി. 28, 32 കൂടെ വെട്ടുമ്പോൾ മുകളിൽ 14, താഴെ 16 വരും. പിന്നെ എന്താ നമുക്ക് 2 കൊണ്ട് വെട്ടാൻ പറ്റും. 7, 8 വരും. അപ്പോൾ എത്ര? 700/8 എന്ന് വരും. അപ്പം 8 ചെയ്യുമ്പോൾ എത്ര? 64 വരും. അപ്പം 64, 70, 64 പോയാൽ എത്ര? റിമൈൻഡർ 60 വരും. ഇനി 8ൻ്റെ ഏത് മൾട്ടിപ്പിൾ 60ൻ്റെ അടുത്ത് വരുന്നത്? ഇത്രയും പോയി. അപ്പം ഇനി 60ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന 7, 8, 56 ആണ്. അപ്പം 87 ഇടും, 56 വരും. അപ്പം റിമൈൻഡർ പിന്നെ 4 വരും. അപ്പം 87 പോയിൻ്റ് കൊടുത്തിട്ട് ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. 8, 5, 40 വരും. അപ്പം ഫുള്ള് പോയി. 87.5 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ 2. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ഷൻ 2 പേര് തമ്മിൽ മത്സരിച്ചപ്പം ഒരാൾക്ക് എന്താണ് 64% വോട്ട് കിട്ടി. അയാൾ എത്രയാണ്? 4340 വോട്ടിന് ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 പേര് A, B. ഒരാൾക്ക് എത്ര? 64% വോട്ട് കിട്ടി. അപ്പം മറ്റേ ആൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി 36% വോട്ടേ കിട്ടിക്കാണുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്തും ഇൻവാലിഡ് ആയി പോയ വോട്ടുകളുടെ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് Aക്ക് 64% വോട്ട് കിട്ടിയാൽ Bക്ക് 36% വോട്ട് കിട്ടി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇതെന്ന് പറയുന്നത് 28%. ഈ 28%ൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നേക്കുന്നത്? 43, 40 തന്നേക്കുന്നത്. അപ്പം
28% വാല്യൂ 43.40 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര? 100% വാല്യൂ കണ്ടുപിടിച്ചാൽ എന്താണ് മൊത്തവും പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം കിട്ടും, അല്ലെങ്കിൽ മൊത്തം വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം കിട്ടും. ഇവിടെ എന്താ, ഞാൻ രണ്ട് സൈഡിലും 2 കൊണ്ട് വെട്ടാൻ പോവാം. അപ്പോൾ ഇവിടെ 14% വരും. ഇത് 43, 40ൻ്റെ പകുതി എടുക്കുമ്പോൾ 20 അല്ല 4000ൻ്റെ പകുതി 2000, 100ൻ്റെ പകുതി 150, 40ൻ്റെ പകുതി 20 കൂടെ കൂട്ടുമ്പോൾ എത്ര? 2170 വരും. ഇനി എന്താ, ഞാൻ ഈ രണ്ട് സൈഡിൽ 7 കൊണ്ട് വെട്ടാൻ പോവാം. അപ്പം 14നെ 7 കൊണ്ട് വെട്ടുമ്പോൾ 2 വരും. 21, 70നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 7, 3s are 21 വരും. 7, 10s are 17 വരും. അപ്പം 310 വരും. 2ൻ്റെ വാല്യൂ 310 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്ര? നേരെ ഈ 310ൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 310ൻ്റെ പകുതി എടുക്കുമ്പോൾ 155 വരും. ഇനിയിപ്പോൾ 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? 2 0 ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇൻറ്റു 100 യു ആണല്ലോ അവിടെ. മൊത്തം വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ 4, 15,000 പേര്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം എന്ന് പറഞ്ഞാൽ 25 മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസാണ്. ദെൻ വാട്ട് ഷുഡ് ബി ദ ഡിസ്കൗണ്ട് ഓൺ സെല്ലിംഗ് പ്രൈസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 10%. ഇത് നമുക്ക് ആദ്യം എന്താ 25% എന്നുള്ളതിൻ്റെ ഫ്രാക്ഷൻ ഫോം എടുക്കാം. അതായത് 1/4 ആണത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ 1 കൂടെ ചേർത്ത് മാർക്ക് പ്രൈസ് എന്താവും? 5 ആവും. അപ്പം മാർക്കറ്റ് പ്രൈസ് 5 രൂപയ്ക്ക് മാർക്ക് ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് എത്രയാണ്? 4 ആവും. അതായത് 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് മാർക്ക് ചെയ്തു. അതാണ് എന്നെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് തന്നേക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജാണ്. അപ്പം 10% എന്നുള്ള പിന്നെ ഫ്രാക്ഷൻ ഫോം എടുക്കുമ്പോൾ എത്രയും 1/10 ആവും. അതായത് 10 രൂപ 11 രൂപയായി. ലാഭത്തിൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്, 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു. ഈ 1 രൂപ കൂട്ടി വിറ്റു. അപ്പോൾ 10 രൂപയുടെ സാധനം സെല്ല് ചെയ്ത് എത്രയാണ്? 11 രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. ഇവിടെ എന്താ, ഈ കോസ്റ്റ് പ്രൈസിൻ്റെ അടുത്ത് 2 വാല്യൂ വന്നു. അത് രണ്ടും സെയിം ആകണം. അപ്പോൾ അത് സെയിം ആകുമ്പോൾ എത്രയാണ്? ഇത് 40 വരും. കാരണം എന്താ, ഞാൻ ഇവിടെ എന്താ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്താ ഒരു 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ എന്താണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതേസമയം ഇവിടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഈ റേഷ്യോയിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 11 × 4 ചെയ്യുമ്പോൾ 44 വരും. 5 × 10 ചെയ്യുമ്പോൾ 50 വരും. ഇതാണ് കമ്പൈൻഡ് റേഷ്യോ വരുന്നത്. അതായത് 50 രൂപയ്ക്ക് മാർക്ക് ചെയ്തു, 40 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് മാർക്ക് ചെയ്തിട്ട് 44 രൂപയ്ക്ക് വിറ്റു. നമ്മളോട് ഇവിടെ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? മാർക്ക് പ്രൈസ് 50 രൂപ, സെല്ലിംഗ് പ്രൈസ് 44 രൂപ, 6 രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം. അത്രയും 50 × 100 രൂപ. 0 വെട്ടിപ്പോയി 1, 2, 6, 2, 12 വരും. 12% നമ്മൾ എന്ത് ഡിസ്കൗണ്ട് കൊടുക്കും? ഓപ്ഷൻ എ. അതാണ് ഉത്തരം. ഇവിടെ എന്താ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ, ഒരു കടയിൽ ഒരു സാധനം 28,500 രൂപയ്ക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ്, എത്രയോ ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 27,645 രൂപയ്ക്ക് സാധനം വിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ, ഒന്ന് 25,500, മറ്റേത് 27,645. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് 28,000 ആവാൻ എത്രയാണ്? 355 കൂടെ കൂടണം. 355ഉം 500 കൂടെ കൂട്ടുമ്പം 855 ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഈ 855 എന്തിലാണ് കുറയുന്നത്? 28,500 കുറയുന്നത്. കാരണം എന്താണ്, ഇത് മാർക്ക്ഡ് പ്രൈസ് ഇതാണ്. എപ്പോഴും ഡിനോമിനേറ്ററായിട്ട് മാർക്ക് പ്രൈസ് വരത്തുള്ളൂ ഡിസ്കൗണ്ട് നോക്കുമ്പോൾ. അപ്പോൾ 28,500 ഈ 855 കുറയുന്നത്. × 100 ചെയ്തോളുക. അപ്പം 100, 2 0 കിട്ടിപ്പോയി.
ഇവിടെ 285 ഇൻറ്റു എന്താണ് 3 ചെയ്യുമ്പോഴാണ് 855 വരുന്നത്. അപ്പോൾ ആൻസർ കിട്ടി എത്രയാണ്? 3% എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ 3 ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളിക്കാരത്തി ഒരു റെഫ്രിജറേറ്റർ വാങ്ങി എത്ര രൂപയ്ക്ക്? 12,000 രൂപയ്ക്ക് വാങ്ങി. 1000 രൂപയ്ക്ക് അതിനകത്ത് പണിതു. അതിനുശേഷം പുള്ളിക്കാരത്തി എത്ര രൂപയ്ക്ക് വിറ്റു? 15,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ മൊത്തം ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചേക്കുന്നത്? അപ്പോൾ 12,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് അത് പണിതു. മൊത്തം 13,000 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. ഈ 13,000 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്? 15,000 രൂപയ്ക്കാണ് വിറ്റത്. 13,000 സാധനം 15,000 രൂപയ്ക്ക് വിറ്റപ്പം എത്രയാണ് ലാഭം കിട്ടി? 2,000 രൂപ ലാഭം കിട്ടി. 2,000 രൂപ ലാഭം കിട്ടി. എത്ര വില കിട്ടി? 13,000 ഇൻറ്റു 100. അപ്പോൾ ഇത് വെട്ടിപ്പോയി. അപ്പോൾ 13 20 എടുക്കുമ്പോൾ എത്രയാണ്? 1 മാത്രമേ. അപ്പോൾ 1 പോവും. ബാക്കി റിമൈൻഡർ 7 വരും. ഇനി 70 13 ഇൻറ്റു എത്ര ചെയ്താലും 70 എത്തുന്നത്? 13 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? അത് ചെയ്യുമ്പം 65 വരുന്നത്. അപ്പം 5 പിന്നെ റിമൈൻഡർ വരും, ഇവിടെ വരും. അപ്പോൾ ഇനി 15 ബാക്കി എത്ര? റിമൈൻഡർ 5/13 വരും. അതാണ് ഉത്തരം വരുന്നത്. അതേതാ? ഓപ്ഷൻ 3. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സമ്മ് പി വാസ് ബോറോഡ് എന്ന് പറഞ്ഞേക്കുന്നത്. പുള്ളിന് തിരിച്ചടച്ചത് പെയ്ഡ് ബാക്ക് ഇൻ 2 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് ഈച്ച് ഓഫ് 35,280 രൂപ വെച്ച്. അത് കഴിഞ്ഞ് വന്നേക്കുന്നത് എന്താ? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 5% പെർ ആനം ആണെങ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടിങ് ആനുവലി ആണ്, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അപ്പം 5% എന്നുള്ളത് എന്താ? 5% എന്നുള്ള ഫ്രാക്ഷൻ ഫോം എഴുതുമ്പം 1/20 എന്ന് എഴുതാൻ പറ്റും. അതായത് പ്രിൻസിപ്പിൾ 20 രൂപയാണെങ്കിൽ എമൗണ്ട് ചെയ്യുന്നത്, അതായത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ വരുന്നത് 21 രൂപയാവും. ഈ 1 കൂടിയത് ഈ 1 കൂടിയത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുമ്പം എന്താ? സ്ക്വയർ ചെയ്ത് വിടുന്നതാണ് ചെയ്യുന്നത്. ഇവിടെ സ്ക്വയർ ചെയ്ത് വിടുമ്പോൾ എത്രയാണ്? 400 എന്നുള്ളത് 441 ആവും. അപ്പോൾ എന്താ ഇനി പറഞ്ഞേക്കുന്നത്? ഇത് നമുക്കിപ്പോൾ മാറ്റി കളയാം. കാരണം എന്താ? ഫസ്റ്റ് ഇയറിലത്തെ റേഷ്യോ ആണ് 20/21 എന്നുള്ളത്. സെക്കൻഡ് ഇയറിലത്തേക്ക് റേഷ്യോ വരുമ്പോൾ എന്താ? 400/441 വരും. അതായത് ഫസ്റ്റ് ഇയറിൽ 20 രൂപ 221 രൂപയാവുന്നു. സെക്കൻഡ് ഇയറിൽ 400 രൂപ 441 രൂപയാവുന്നു. ഇത് ഫസ്റ്റ് ഇയറിലത്തെയാണ്, ഇത് സെക്കൻഡ് ഇയറിലത്തെയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ എമൗണ്ട് എന്നുള്ളത് എന്താണ്? 2 ഇയർലി ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഈ 2 സംഭവം സെയിം ആക്കണം. അപ്പോൾ അത് രണ്ടും സെയിം ആക്കണമെങ്കിൽ എന്താ? ഞാൻ ഇവിടെ ഒരു 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ ഒരു 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈ പ്രിൻസിപ്പളിൻ്റെ സ്ഥലത്തും 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതെന്താണ്? ഇത് റേഷ്യോയിലാണ് നടക്കുന്നത്. അപ്പം ഈ റേഷ്യോയുടെ ഈ ഭാഗത്ത് എന്ത് ചെയ്താലും ഇപ്പുറത്തെ ഭാഗത്തും അത് തന്നെ ചെയ്യണം. ഇനി ഇത് രണ്ടും സെയിം ആക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 2 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നാണ്. അതായത് ഈ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന തുകയാണ് ഈ സൈഡിൽ വരുന്നത്. അത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും സെയിം ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ മുകളിൽ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 2 441 ആവും. അപ്പം എന്താ? ആ റേഷ്യോയിൽ മാറ്റം വരാതിരിക്കാൻ ഇവിടെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 441 കൂടെ കൂട്ടുമ്പോൾ 882 വരും. ഇവിടെ 20 × 21 ചെയ്യുമ്പോൾ 420 വരും. അതിന് പുറമെ ഈ 400 കൂടെ കൂട്ടുമ്പോൾ 820 വരും. ഇനി നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എന്താ? ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അത് തന്നേക്കുന്നത് 35,280 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 35,280 എന്ന് പറഞ്ഞേക്കുന്നത് 882 വാല്യൂ ആണ് 35,280 എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 820 വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും ഉത്തരം. ഇവിടെ ഈ 882 × 40 ചെയ്യുമ്പോഴാണ് 35,280 വരുന്നത്. അപ്പോൾ അതേ 40 തന്നെ ഇവിടെ ഇൻറ്റു ചെയ്തോളുക. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 32,800 വരും. അപ്പം അതാണ് ആൻസർ. 32,800 അർത്ഥം പറ്റിയല്ലോ. നമ്മളിവിടുത്തെ തെറ്റിപ്പോയി. കാരണം എന്താ? ഇവിടെ
ഒരു ഇൻസ്റ്റാൾമെൻ്റ് വാല്യൂ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്ത് 35,780 എന്നുള്ളത്. നമ്മളിവിടെ മൊത്തം 2 ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂവും കൂടെ ചേർത്താണ് 35,780 എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തത് നമ്മളിവിടെ 441 വാല്യൂ വേണമായിരുന്നു 35,280 എടുക്കാൻ. ഈ 882 എന്ന് പറയുന്നത് 2 ഇൻസ്റ്റാൾമെൻറ്റും കൂടെ ചേർത്താണ് ഈ 882 വരുന്നത്. ശരിക്കും നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ഈച്ച് ഓഫ് 35,280 എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് റേറ്റാണ് എന്താ 35,280. അപ്പോൾ 441 ഇരട്ടിയാണ് 882. 882 ഇൻറ്റു 40 ചെയ്തപ്പോഴാണ് 35,280 കിട്ടി. അപ്പം ഇത് കിട്ടാൻ ഇൻറ്റു 80 ചെയ്യണം. അതേ 80 തന്നെ എന്താണ് ഇവിടെയും ചെയ്താൽ മതി. നേരത്തെ ചെയ്തപ്പോൾ 32,800 കിട്ടി. അതിൻ്റെ നേരെ ഇരട്ടി വരും. അപ്പോൾ എത്ര 65,600 വരും. 65,600 അതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഇതാ 2. ഓപ്ഷൻ 2 ആണ് ഉത്തരം വരുന്നത്. നമ്മൾ ഈ 2 ഇൻസ്റ്റാൾമെൻറ്റും കൂടെ ചേർത്ത് അയാൾ എത്ര അടുത്തെന്ന് ചോദിക്കുമായിരുന്നു. ഈ 882 വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% വെച്ച് 2 വർഷത്തേക്ക് ചെയ്യുമ്പം 464 രൂപ. അങ്ങനെയാണെങ്കിൽ ദെൻ ഫൈൻഡ് ദ സം ഇൻവെസ്റ്റഡ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് 10% വെച്ച് 2 വർഷത്തേക്ക് കൂട്ടുമ്പം 20% വരും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്, അതായത് 10% വെച്ച് 2 വർഷത്തേക്ക്. അപ്പോൾ 10 + 10 + 10 × 10/100 വരും. അപ്പോൾ 20 വെട്ടിപ്പോവും. 20 + 1 വരും. 21% 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെ ഈ ഡിഫറൻസാണ് നമുക്ക് എത്ര തന്നേക്കുന്നത് 464% എന്ന് പറയുന്നത്. 464 രൂപ എന്ന് തന്നേക്കുന്നത്. അതായത് 1% ഡിഫറൻസാണ് നമുക്ക് തന്നേക്കുന്നത് 464 രൂപ എന്ന്. അപ്പോൾ 1% വാല്യൂ 464 ആണെങ്കിൽ 100% വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 464 0 46,400 രൂപയാണ് ഉത്തരം. ഓപ്ഷൻ 2. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫോർത്ത് പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. ഫോർത്ത് പ്രപ്പോർഷൻ കാണാൻ എന്ത് ചെയ്യണ്ടേ, ഇവിടെ ഒരു എക്സ് ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് ഇത് ഇൻറ്റു ഇത് ഈസിക്കൽ ടു ഇത് ഇൻറ്റു ഇത്. അതായത് പുറത്ത് കിടക്കുന്ന നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക ഈസിക്കൽ ടു അകത്ത് കിടക്കുന്ന ഈ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പം 36 ഇൻറ്റു എക്സ് ഈക്വൽ ടു 48 ഇൻറ്റു 90 വരും. ഇനി എക്സ് ഈസിക്കൽ ടു എങ്ങനെയാണ് 48 ഇൻറ്റു 90/36 വരും. ഇവിടെ രണ്ടിടത്തും എന്താണ് 3 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 12 വരും. ഇവിടെ എത്രയാണ് 30 വരും. ഇനി നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം. ഇവിടെ 3 4s are 12 വരും. ഇത് 10 വരും. ഇത് 4 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് 12 വരും. അപ്പോൾ 12 × 10 ചെയ്യുമ്പോൾ എത്രയാണ് 120 ആൻസർ വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ പുള്ളി 40 കിലോ വീറ്റ് വാങ്ങി എത്ര രൂപയ്ക്കാണ് 12.5 രൂപയ്ക്ക് കിലോയ്ക്ക്. അതുപോലെ 30 കിലോ വീറ്റ് വാങ്ങി, അതായത് 14 രൂപ പെർ കിലോയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വിൽക്കുമ്പോൾ അയാൾക്ക് 5% ഗെയിൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ നമുക്ക് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പം 12.5 രൂപ ആദ്യത്തെ ടൈപ്പ് വീറ്റ്, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് വീറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 14 കിലോ. പിന്നെ ഇവർ തമ്മിൽ മിക്സ് ചെയ്യുന്ന വെയ്റ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് 40 കിലോയും മറ്റേത് 30 കിലോയും. അപ്പോൾ വെട്ടി കുറയ്ക്കുമ്പോൾ 4:3 ആണ് ഇവരുടെ റേഷ്യോ. അപ്പം ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ഈ ഒരു എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എന്ത് ആവറേജ് വരുന്നതല്ല കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഇവിടെ എന്താ നമ്മൾ കോസ്റ്റ് പ്രൈസ് വെച്ചാണ് അലിഗേറ്റ് ചെയ്യുന്നത്. ഇത് കോസ്റ്റ് പ്രൈസാണ്, ഇത് കോസ്റ്റ് പ്രൈസാണ്. ഇവിടെ നടുക്കും കോസ്റ്റ് പ്രൈസ് തന്നെ വരത്തുള്ളൂ. അപ്പം കോസ്റ്റ് പ്രൈസ് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പം എന്താ വരുന്നത്
താഴെ നമ്പർ ഓഫ് എടുത്ത ഐറ്റംസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് സി പി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 12.5 ഇൻറ്റു 4 പ്ലസ് 14 ഇൻറ്റു 3 4 പ്ലസ് 3 ചെയ്താൽ നമുക്കിവിടെ നടുക്കത്തെ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ 12 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 48 വരും. 0.5 ഇൻറ്റു 4 ചെയ്യുമ്പം എത്രയാണ്? 2 കൂടും. അപ്പം 48 2 50 വരും. 50 പ്ലസ് 4 3s are 12, 1 റിമൈൻഡർ, 3 1s are 3 പ്ലസ് 1 4 വരും. 42 ആണ്. ഇത് 40 ഇൻറ്റു 3 ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ 4 പ്ലസ് 3 7 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? 92/7 വരും. അതെന്ന് പറഞ്ഞാൽ എത്ര? 7 ഇൻറ്റു 13 ചെയ്യുമ്പോൾ എത്ര? 91 വരും. 1 റിമൈൻഡർ വരും. അപ്പോൾ 13 ആൻഡ് 1/7 ആണ് കറക്റ്റായിട്ട് വരുന്നത്. 1/7 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് ടേബിൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0.1428 വരും. 1428 വരും. അപ്പോൾ എന്താ? ഈ 13.142 ആണ് ഇവിടെ നടുക്ക് വരുന്നത്. ഇനി എന്താണ്? ഇതിന് 5% പ്രോഫിറ്റ് ഇരിക്കണം. അതെന്താ? 105/100 ചെയ്യണം. ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാവും. എന്താണ്? ഇതും വരത്തില്ല. കാരണം എന്താണ്? 13.14 ചെറുതാണ് ആ 2 ഓപ്ഷനും. ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് എന്താണ്? ഇത് നമുക്ക് പഴയ പോലെ ഇംപ്രോപ്പർ ഫാഷൻ ആക്കാം. 13 ആൻഡ് 1/7 എന്നുള്ളത് 13 91 പ്ലസ് 1 ഈ പ്ലസ് 1/7 വരും. അപ്പം 92/7 എഴുതാം. 92/7 105/7 ചെയ്യുമ്പോൾ എത്രയാണ്? 15 വരും. 15നെ 100നെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 3 വരും. ഇവിടെ 20 വരും. 20നെ 92നെ എന്താണ്? 2 കൊണ്ട് വെട്ടാം. അപ്പോൾ 10 വരും. 46 വരും. 46നെ 10നെ 1 കൂടെ വെട്ടാം. അപ്പം 5 വരും. 23 വരും. അപ്പോൾ 23 ഇൻറ്റു 3/5 വരും. 23 ഇൻറ്റു 3/5 എന്ന് പറയുമ്പോൾ 69/5 വരും. ഇവിടെ 5 ഇൻറ്റു 13 ചെയ്യുമ്പോൾ 65, 5 ഇൻറ്റു 14 ചെയ്യുമ്പം 70 വരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 69 വരുന്നത്, 70 വരുന്നില്ല. അപ്പോൾ 13 പോയിൻറ്റ് സംതിങ് വരുന്നത്, 14 വരത്തില്ല. 13 പിന്നെന്താണ്? 4/5 വരും. 13.8 ആണ് ആൻസർ വരുന്നത്. 13.8 ആണ് ആൻസർ വരുന്നത്. അപ്പം 14.8 വരത്തില്ല. 13.8 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? മൊത്തം 60 ലിറ്റർ ഉള്ളൊരു ഇതിനകത്ത് മിൽക്കും വാട്ടറും ഇൻ ദ റേഷ്യോ ഓഫ് 2:3. അങ്ങനെയാണെങ്കിൽ വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ടു 1:2 ആകണം. അപ്പം മൊത്തം എന്താണ്? 60 ലിറ്ററാണ്. ഇതിനകത്ത് 2:3 ആണ് റേഷ്യോ. അപ്പം 5ൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 അപ്പോൾ 60 ലിറ്ററിലുള്ള ആ മിൽക്കിൽ 2:3 റേഷ്യോയിൽ എങ്ങനെയാണ്? മൊത്തം 24 ലിറ്റർ പാലും ബാക്കി 36 ലിറ്റർ വെള്ളമാണ്. എനിക്കിനി എന്നാ ഇത് 1:2 ആക്കണം. ഇത് മിൽക്ക്, ഇത് വാട്ടർ. ഇത് ഇനി 1:2 ആകണം എന്ന് പറഞ്ഞാൽ ഇവിടെ 24 ഉണ്ട്. 24ൻ്റെ ഇരട്ടി ഇവിടെ 48 ആക്കണം. അപ്പം 24ൻ്റെ ഇരട്ടി 48 ആക്കണമെങ്കിൽ എനിക്ക് എത്ര ആഡ് ചെയ്യണം? 36 10 46 2 12 ലിറ്റർ ആഡ് ചെയ്യണം. ആ 12ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 12 വരും. ഇനി ഇതിങ്ങനെയൊന്നുമല്ല, പ്യുവർ റേഷ്യോ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിൽക്ക് വാട്ടർ 2:3 ആണ്. മൊത്തം 5 യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 12 വരും. മൊത്തം 5 യൂണിറ്റ് വാല്യൂ 60 ലിറ്റർ വരും. ഇതിനെ എനിക്ക് ആക്കിയെടുക്കേണ്ട 1:2 ആക്കിയെടുക്കണം. ഇവിടെ ഈ മിൽക്കിൻ്റെ ഭാഗത്ത് നോക്കി, നമ്മൾ മിൽക്കിൻ്റെ ഭാഗത്ത് ചേഞ്ച് ഒന്നും വരത്തില്ല. കൂടുതൽ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ മിൽക്കിൻ്റെ വാല്യൂ ഇനീഷ്യലും ഫൈനലും. ഇനീഷ്യൽ 2 പാർട്ടുണ്ട്, ഫൈനൽ 1 പാർട്ടേ ഉള്ളൂ. അത് സെയിം ആക്കണം. അത് സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്താണ്? ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. അതേ വാല്യൂകളെ ഇൻറ്റു 2 ചെയ്യണം. ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ 2ഉം വരും, ഇവിടെ 2ഉം വരും, ഇവിടെ എന്താ? ഇവിടെ 4ഉം വരും.
3 എന്നുള്ളത് 4 ആയി, 1 യൂണിറ്റ് കൂടി. 1 യൂണിറ്റിൻ്റെ വാല്യൂ നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് 12 ലിറ്റർ എന്നാണ്. അപ്പോൾ 12 ലിറ്റർ വാട്ടർ വേണം ആഡ് ചെയ്യാൻ, എന്ത് 1:2 ആവാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും 15. ഇഫ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് എന്ന് പറയുന്നത് 13 ആൻഡ് ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 5 നമ്പേഴ്സ് എന്ന് പറയുന്നത് 17 അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 5th നമ്പർ എന്ന് ചോദിച്ചേക്കും. അതിപ്പോൾ മൊത്തം എത്രയാണ്, 9 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ ആദ്യത്തെ 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 13, പിന്നെയുള്ള 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 17 പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ 5th നമ്പർ എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുണ്ട്. വേറൊരു കാര്യം തന്നേക്കുന്നത് ഈ മൊത്തം നമ്പറുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്രയാണ് 15 ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ഡീവിയേഷൻ മെത്തേഡാണ്. ഡീവിയേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം 9 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം 15 15 15 എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്ന 9 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 15. അതുപോലെ ആദ്യത്തെ 5 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് അത് 13. ഇവിടെ ആവറേജ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, -2 പറഞ്ഞിട്ടുണ്ട്. എത്ര പേരിൽ, 5 പേരിൽ. അപ്പം ഇൻറ്റു 5 ചെയ്യുമ്പോൾ -10 എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ ആവറേജ്. ആവറേജ് അല്ല, സമ്മ് കുറയുന്നുണ്ട്. -10 മൊത്തത്തിൽ സമ്മായിട്ട് കുറയുന്നുണ്ട്. ഇനി അവസാനത്തെ 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതെന്ന് പറഞ്ഞാൽ 17. ഈ 15 വെച്ച് നോക്കുമ്പോൾ എത്രയാണ്, +2 കൂടുതലാണ്. അതും എത്രയാണ്, ഇവിടെ നോക്കുമ്പോൾ 5 പേര് വെച്ചാണ്, 5 പേരിലാണ് 2 വെച്ച് കൂടുന്നത്. അപ്പം ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഇവിടെ +10 വരും. ഇവിടെ അപ്പം നെറ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -10 +10 വരും. അത് 0 വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്, നടുക്ക് കിടക്കുന്ന ഈ നമ്പർ എന്ന് പറയുന്നത് അത് ശരിക്കും 15 തന്നെയാണ്. അപ്പോൾ ആൻസർ എത്രയാണ്, ഓപ്ഷൻ 3 15 തന്നെ വരും. ഡീവിയേഷൻ മെത്തേഡ് അല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സം ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പം അതെങ്ങനെയാണ് നോക്കാം. അപ്പം 9 പേരുടെ സം എന്ന് പറയുന്നത് 15 അപ്പം 9 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 15 9 × 15 ടോട്ടൽ സം വരുന്നത്. ഇനി അടുത്ത 5 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 13 വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 5 പേരുടെ സം വരുന്നത് 5 × 13 വരും. അതുപോലെ അവസാനത്തെ 5 പേരുടെ സം എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായാലും 17. അപ്പം 5 × 17 അവസാനത്തെ 5 പേരുടെ സം വരും. അപ്പോൾ 9 × 15 -5 × 13 +5 × 17 ചെയ്യുമ്പോൾ നമുക്കത് എടുക്കട്ടെ, 5ാമത്തെ നമ്പർ കിട്ടും. 9 × 15 ചെയ്യുമ്പോൾ എത്രയാണ്, 135 വരും. അതുപോലെ 5 × 13 ചെയ്യുമ്പം 65, 5 × 17 ചെയ്യുമ്പം 85 വരും. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്, 150 വരും. 135 - 150 അഥവാ 150 - 135 ചെയ്യുമ്പോൾ എത്രയാണ്, 15 കിട്ടും. ഇതാണ് ആൻസർ, ഓപ്ഷൻ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 6 ഈവൻ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 6 ഈവൻ നമ്പർ ഏതാ, 2 4 6 8 10 12. അപ്പോൾ 6 + 8 ÷ 2 ചെയ്താൽ മതി. 14/2 7 കറക്റ്റ് ആൻസർ. ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതി നോക്കി കിട്ടി. ഇനി അഥവാ വലിയ നമ്പർ ആണെങ്കിൽ എന്താണ്, ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ എന്താ, n × n+1 ആണ് സമ്മ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര ഐറ്റം ഉണ്ട് അത് തന്നെ n. അപ്പോൾ n കട്ട് ചെയ്ത് പോയി, n+1 എടുത്താൽ മതി. n എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. 6 + 1 എന്ന് പറഞ്ഞ് 7 ആണ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് 30 men can cut 50 trees in 10 hours. If 10 men leaves the job, then how many trees will be cut in 15 hours എന്ന് ചോദിച്ചേക്കും. ഇവിടെ ടോട്ടൽ വർക്ക് എത്രയായിരുന്നു, 30 men ആൾക്കാരുടെ എണ്ണം ഇൻറ്റു
എത്ര പേര്, അതായത് എത്ര പേരല്ല എത്ര മണിക്കൂർ, 10 hours ഡിവൈഡഡ് ബൈ അവരെത്ര പണി ചെയ്തു. 50 trees ആണ് ഇവിടെ ടോട്ടൽ വർക്ക് വരുന്നത്. ഈ ടോട്ടൽ വർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? 10 men ലെഫ്റ്റ് ചെയ്തു. അതായത് ഇവിടെ 30 men ഉണ്ടായിരുന്നു, 10 men ലെഫ്റ്റ് ചെയ്ത് പോയതിന് ശേഷം എത്രയായി? ബാക്കി 20 ആൾക്കാരേ ഉള്ളൂ. 20 ആൾക്കാർ എത്ര മണിക്കൂർ പണിയെടുക്കും? 15 മണിക്കൂർ പണിയെടുക്കും. എത്ര ട്രീസ് വെട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എടുത്തോളാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുമ്പോൾ എത്രയാണ്? 0 വെട്ടിപ്പോയി. ഇത് രണ്ടും 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഈ 3 വെട്ടിപ്പോയി. 2x എന്ന് പറയുന്നത് എത്രയാണ്? 100 എന്ന് വരും. എക്സ് എന്ന് പറയുന്നത് 50 ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്തിനാണ്? ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരുന്നത് 50. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? കപിലും പ്രകാശും ഒരു ജോലി 45 കൊണ്ട് ചെയ്ത് തീർക്കും. പ്രകാശും ഈ പുള്ളിയും കൂടെ എത്രയാണ്? ആ ജോലി സെയിം ജോലി 60 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. പിന്നെന്താ? കപിലും ഈ പുള്ളിയും കൂടെ ആ ജോലി 60 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ഇവർ 3 പേരും കൂടെ ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ കപിലും പ്രകാശും ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 45 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി പ്രകാശും പിഹുവും കൂടെ ആ ജോലി എത്രയാണ്? 60 ദിവസം കൊണ്ട് ചെയ്യും. ഇനി കപിലും പിഹുവും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 60 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ വർക്കാണ് ഇവരുടെ LCM കണ്ടാകും. ഈ 60ൻ്റെ 45ൻ്റെ LCM എടുക്കുമ്പോൾ എത്രയായിരുന്നു? 180 എന്ന് വരും. അതായത് 45 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 × 5 എന്ന് എഴുതാൻ പറ്റും. 60 എന്താണ്? 5 × 12 എന്ന് എഴുതാൻ പറ്റും. ഇനി 12 എന്താണ്? 4 × 3 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 9 എന്താണ്? ഓൾറെഡി 3 ഉണ്ട്, 5 ഉണ്ട് ഓൾറെഡി. അപ്പോൾ × 4 ചെയ്താൽ മതി. അപ്പോൾ 9 × 5 × 4 ചെയ്യുമ്പോൾ 180 വരും. അങ്ങനെയാണ് ഇവിടെ LCM 50 വന്നത്. പിന്നെ ഇവരുടെയൊക്കെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 180/45 ചെയ്യുമ്പം എത്രയാണ്? 4 വരും. ഇനി 180/60 ചെയ്യുമ്പോൾ എത്രയാണ്? 3. ഇവിടെ 3 എഫിഷ്യൻസി വരും. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ടോട്ടൽ വർക്ക് കിട്ടി. ടോട്ടൽ വർക്ക് ബൈ ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. അപ്പോൾ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി വരുന്നത് എത്രയാണ്? 4 4 3 7 7 3 10 എന്ന് വരും. 10 വരത്തില്ല, 10 ഡിവൈഡ് ബൈ 2 ചെയ്യണം. എത്രയാണ്? 5 ആണ് ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി. കാരണം ഇവരുടെ എല്ലാവരുടെയും ഈ 2 തവണ വന്നിട്ടുണ്ട്. അതായത് കപിലിൻ്റെ 2 തവണ വന്നിട്ടുണ്ട്, പ്രകാശിൻ്റെ 2 തവണ വന്നിട്ടുണ്ട്, പിഹുവിൻ്റെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? ഡിവൈഡ് ബൈ 5 ചെയ്യണം. ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ഈ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ 180 ഡിവൈഡ് ബൈ 5 ആണ് വരുന്നത്. ഇവർ 3 പേരും കൂടെ വർക്ക് ഒന്ന് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 5 3s are 15 വരും. 5 3s are 15 വരും. റിമൈൻഡർ 3 3 0 30 36 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മനാഫും സൂര്യയും ഒരു റേസിൽ ഓടിക്കൊണ്ടിരിക്കുക. അത് സർക്കുലർ ട്രാക്കാണ്. അവർ ഒരു സമയത്താണ് തുടങ്ങിയത്, സൈമൾട്ടേനിയസ്ലി തുടങ്ങിയത്. അതുപോലെ സെയിം ഡയറക്ഷനിലുമാണ് ഓടുന്നത്. അതുപോലെ പറഞ്ഞേക്കുന്നുണ്ട്, പോയിൻ്റ് ഓൺ വിച്ച് അറ്റ് ദ മീറ്റ് ഫോർ 31st ടൈം ഈസ് സെയിം ആസ് ദാറ്റ് വിച്ച് ദ മീറ്റ് ഓൺ 43rd ടൈം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ട്രാക്കിൽ വെച്ച് 31ാമത്തെ തവണ ഇവർ മീറ്റ് ചെയ്യുന്ന സ്ഥലവും 43ാമത് മീറ്റ് ചെയ്യുന്ന സ്ഥലവും സെയിം സ്ഥലമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇഫ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ഫാസ്റ്റർ ബോയ് ടു ദ സ്ലോവർ ബോയ് എന്ന് പറയുന്നത് n:1 ആണ്. വേർ n ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ വാല്യൂ ഓഫ് n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന ഏതൊരു വാല്യൂ എന്നിന് സാറ്റിസ്ഫൈ ആവത്തില്ല. അതേത് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ റേസിൽ ഇവർ 43ാമത്തെ തവണ 31ാമത്തെ തവണ മീറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ഷിഫ്റ്റുകളിൽ കണ്ടു എന്താണ്? സ്പീഡിൻ്റെ റേഷ്യോ തരും. അപ്പം സർക്കുലർ ട്രാക്കിലാണെങ്കിൽ ഇപ്പോൾ 4:3 ആണെങ്കിൽ എന്താ?
സെയിം ഡയറക്ഷനിലാണ് ഓടുന്നതെങ്കിൽ എന്താണ് 4ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1 വരുന്നത്. ഒരു തവണ ഇവർ തമ്മിൽ ക്രോസ് ചെയ്യത്തുള്ളൂ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ് 4 3 കൂടെ കൂട്ടുമ്പോൾ 7 തവണ ഇവർ ക്രോസ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചോ. ഇപ്പം ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പം 7 മീറ്റിംഗ് പോയിൻ്റ് ഉണ്ടാകും. 1 2 3 4 5 6 7. ഇനി 8ാമത്തെ തവണ ഇവർ മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സ്റ്റാർട്ടിങ് പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഈ കഥ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? നോക്കിയാൽ 43ാമത്തെ തവണയും 31ാമത്തെ തവണയും മീറ്റ് ചെയ്യുന്നുണ്ട് ഒരേ സ്ഥലത്താണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചാണ് 43ാമത്തെ തവണയും 31ാമത്തെ തവണയും മീറ്റ് ചെയ്യുന്നത്. അപ്പം 43 മൈനസ് 31 ചെയ്യുമ്പോൾ എന്താ 12 കിട്ടുന്നത്. അതായത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്പീഡുകളുടെ റേഷ്യോ എടുക്കുമ്പം, അതായത് n:1 നമുക്ക് തന്നിട്ടുണ്ട് സ്പീഡുകളുടെ റേഷ്യോ. അതെടുക്കുമ്പം 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും വരുന്നത്. അതുപോലെ ഇവർ സെയിം ഡയറക്ഷനിലാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ നമ്മളിവിടെ എന്താണ് കൂട്ടിയതുപോലെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുക, എന്താണ് 5 എന്നുള്ള ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പം 5:1 എന്ന് സ്പീഡിൻ്റെ റേഷ്യോ കിട്ടി. 5ൽ നിന്ന് കുറച്ചാൽ 4 കിട്ടും. 4 എന്ന് പറയുന്നത് എന്താണ് 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അത് പോസിബിളാണ്. ഇനി ഓപ്ഷൻ 2 4 ഇട്ട് കൊടുക്കുക. 4:1 സ്പീഡിൻ്റെ റേഷ്യോ. അപ്പം 4ൽ നിന്ന് കുറച്ചു 3 കിട്ടി. 3 എന്ന് പറയുന്നത് എന്താ 3 4 12 12 മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് അത് പോസിബിളാണ്. 4 പോസിബിളാണ്. ഇനി 3 ഞാൻ ഇട്ട് കൊടുക്കുക. 3:1 എടുത്തു സ്പീഡിൻ്റെ റേഷ്യോ. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ 2 കിട്ടുന്നത്. 2 എന്താണ് 12ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ അതും പോസിബിളാണ്. അപ്പം ഇനി എനിക്ക് 6 ബാക്കിയുള്ളൂ. 6 ഞാൻ ഇട്ട് കൊടുക്കുക. 6:1 എടുത്തു. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് 6ൽ നിന്ന് 1 കുറച്ചു. എനിക്ക് 5 കിട്ടിയത്. ഈ 5 എന്നുള്ള 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ആൻസർ വരുന്നത് എന്താ 6 മൾട്ടിപ്പിൾ അല്ല, 6 ആണ് ആൻസർ വരുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പത്തെ ഷിഫ്റ്റുകളിൽ വന്നു. പക്ഷേ ഇതെന്താണ് ഇത് കറക്റ്റ് ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണ്. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്ന് ചോദിച്ചതാണ്. എ പേഴ്സൺ ക്യാൻ ഡ്രോ 88 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 11 മണിക്കൂറും 72 കിലോമീറ്റർ അപ്പ് സ്ട്രീം ഇൻ 12 മണിക്കൂറും. അങ്ങനെയാണ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ വാല്യൂ എത്രയാണ്? 88/11 ചെയ്യുമ്പോൾ 8 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും ഡൗൺ സ്ട്രീം വാല്യൂ, ഡൗൺ സ്ട്രീം സ്പീഡ്. അതുപോലെ അപ്പ് സ്ട്രീമിൻ്റെ 72/12 ചെയ്യുമ്പം 6 കിലോമീറ്റർ പെർ അവർ എന്ന് ഇവിടെ കിട്ടുന്നത് സ്പീഡ് കിട്ടും. അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ്. എന്താ അപ്പ് സ്ട്രീം, ഇത് ഡൗൺ സ്ട്രീം. അപ്പോൾ അപ്പ് സ്ട്രീമിൻ്റെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് അറിയാമെങ്കിൽ സ്പീഡ് ഓഫ് ദ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഇത് മൈനസ് ചെയ്യുക. 8 - 6/2 ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 2/2 1 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ ഫസ്റ്റാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 32 മീറ്റർ ക്യൂബാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് ഹൈറ്റ്. അപ്പോൾ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr² അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എത്രയാണ്? 22 56 32 എന്നാണ്. 22/7 ഇൻറ്റു 8 അല്ലേ. അപ്പം 4 × 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 32. അപ്പോൾ 56/32/4 ചെയ്യുമ്പോൾ എത്രയാണ്? 14.08 വരും. പിന്നെ നമുക്ക് ഒന്നും കൂടെ 4 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 352 വരും. 352 എന്ന് പറയുന്നത് എന്താണ്? 22ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ കിട്ടുമ്പോൾ 16 എന്ന് വരും. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ആൻസർ എത്രയാണ്? 16 × 7 വരും. അപ്പോൾ 112 ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ
ഫസ്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ബ്രെഡ്ത്തിനേക്കാളും 3 times ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 7 cm, ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 7 cm, ഏരിയ എന്ന് പറയുന്നത് 21 cm² കൂടും. ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ് L/P ആണ്. അപ്പം എല്ലിൻ്റെയും ബിയുടെയും റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 3 times ഓഫ് ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ, ലെങ്ത്ത് 7 cm ആയിട്ട് കുറച്ചു, അതായത് 3k - 7 ആയി, ഇവിടെ k + 7 ആയി. അങ്ങനെ ചെയ്തപ്പം ഏരിയ കുറഞ്ഞു, എത്ര, 21 cm² കുറഞ്ഞു. അപ്പോൾ ഇവിടെ കുറയുകയുണ്ടായ. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോഴാണ് ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്. അപ്പം 3k - 7 ലെങ്ത്ത് ഇൻറ്റു k + 7 ബ്രെഡ്ത്ത് ഈസിക്കൽ ടു എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ഉണ്ടായിരുന്നേക്കാളും 21 കൂടുതലായിരുന്നു. 3k × k വരും എന്നാണ്. ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഇനിഷ്യലാണ്, ഇത് ഇനിഷ്യലാണ്. അപ്പം ഇത് ഫൈനൽ +21 ആണ്. ഈ +21 എന്താണ്, ഇതെന്ന് പറയുന്നത് 21 കൂടുതലാണ് നേരത്തേക്കാളെന്ന്. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 3k × k എന്ന് പറയുന്നത് 3k² വരും. 3k × 7 എന്ന് പറയുമ്പോൾ എത്രയാണ്, +21k വരും. -7 × k എന്ന് പറയും -7k വരും. -7 × +7 എന്ന് പറയും -14 വരും. ഈക്വൽ ടു എന്ത് വരും, 3k² + 21 എന്ന് വരും. ഈ 3k² ഈ 3kയും ഈ 3kയും വെട്ടിപ്പോവും. 3k-ലും 3k² ഈ 3k² വെട്ടിപ്പോവും. ഇവിടെ 21k - 4k എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7k എന്ന് പറഞ്ഞാൽ എത്രയാണ്, 14k വരും. ഈക്വൽ ടു, ഇനി ഈ 49 ഇങ്ങോട്ട് പോകും. ഇങ്ങനെ 49 10, 59 59 10, 69 1 70 എന്ന് വരും. പ്ലസ് 14k എന്ന് പറയുന്നത് 70 വരും. k എന്ന് പറയുന്നത് 70/14 വരും. ഇവിടെ kയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 5 എന്ന് വരും. kയുടെ വാല്യൂ 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാ, ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് വരുന്നത് 3k ആണ്. ലെങ്ത്തിൻ്റെ താഴെ എന്താണ്, 3k ആണ് വരുന്നത്. kയുടെ വാല്യൂ 5 കിട്ടിയ സ്ഥിതിക്ക് എന്താണ്, 3 × 5 ചെയ്യുമ്പോൾ 15 വരും. അതാണ് ഉത്തരം. ഏതാണ്, ഓപ്ഷൻ 3. അപ്പം 12/1/2023 ഷിഫ്റ്റ് 2 മാത്സ് ഫുള്ള് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.